പ്രിയപ്പെട്ട പൂയം നക്ഷത്രക്കാരെ, പൂയം നക്ഷത്രം എന്നത് പിന്തുണയ്ക്കുന്നവൻ, ചുമതല ഏറ്റെടുക്കുന്നവൻ, മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുന്നവൻ എന്ന ഊർജമുള്ള ഒരു നക്ഷത്രമാണ്. ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം തലയിൽ ഏറ്റെടുക്കുന്നവരായിരിക്കും. എല്ലാവർക്കും ഞാൻ വേണം, പക്ഷേ എന്നെ ആരും ചോദിക്കുന്നില്ല എന്നൊരു വേദന പൂയം നക്ഷത്രക്കാർക്ക് ഉള്ളതാണ്. ഈ വർഷം നിങ്ങളുടെ മൂല്യം തിരിച്ചറിയപ്പെടുന്ന ഒരു കാലമായിരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഫലം ലഭിക്കുന്ന ഒരു വർഷം. നീ ചുമന്നത് ഭാരമായിരുന്നില്ല, അത് നിന്നെ ശക്തനാക്കുകയായിരുന്നു. ഇതാണ് പൂയം നക്ഷത്രക്കാർക്ക് 2026 എന്ന വർഷം തരുന്ന ഒരു മുഖ്യ സന്ദേശം. ജനുവരി മാസം പൂയം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ അമിതമായി തോന്നുന്ന ഒരു സമയമാണ്. ജോലിസ്ഥലത്ത് അധിക ചുമതലകൾ ഭരമേൽപ്പിക്കപ്പെടാം. കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തും. വിശ്രമം ലഭിക്കാത്ത ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. മനസ്സിൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്ന ചോദ്യം ഉയരും. നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. സഹായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു ദൗർബല്യമായി നിങ്ങൾ കണക്കിലെടുക്കരുത്. ഫെബ്രുവരി മാസം നിങ്ങൾ കാത്തിരുന്ന പിന്തുണയുടെ ആദ്യ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് സഹായം വന്നെത്തും. കുടുംബത്തിൽ നിങ്ങളെ പലരും മനസ്സിലാക്കാൻ തുടങ്ങും. സാമ്പത്തികമായി ചെറിയ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ബന്ധങ്ങളിൽ സ്നേഹം ഉടലെടുക്കും. നിങ്ങൾ ഒറ്റയാളല്ല, നിങ്ങളെ കാണുന്നവർ ഉണ്ട് എന്നൊരു മാനസിക ചിന്ത നിങ്ങൾക്ക് ഉണ്ടായേക്കാം. മാർച്ച് മാസം പൂയം നക്ഷത്രക്കാർക്ക് ഇല്ല എന്ന് പറയാൻ പഠിക്കേണ്ടൊരു സമയമാണ്. നിങ്ങൾ പലപ്പോഴും ഇല്ല എന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ നേരിടുന്ന പരാജയത്തിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അമിതമാകും. എല്ലാം ഏറ്റെടുത്താൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ക്ഷീണം വന്നെത്തുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിൽ ചെറിയ അസ്വസ്ഥത പ്രകടമാകും. നിങ്ങളുടെ പരിധി നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. അങ്ങനെ നിങ്ങൾ സ്വയം രക്ഷപ്പെടുക. ഏപ്രിൽ മാസം നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരമുണ്ടാകും. മേലധികാരികളുടെ വിശ്വാസം നിങ്ങൾ പിടിച്ചുപറ്റും. കുടുംബത്തിൽ അഭിമാനം ആയി മാറും. ആത്മവിശ്വാസം വർദ്ധിക്കും. നീ വേണ്ടപ്പെട്ടവനാണ് എന്ന് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന മാസമായിരിക്കും ഇത്. മെയ് മാസം നിങ്ങൾ ശാരീരികവും മാനസികവുമായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ശാരീരിക മാനസിക ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. ഉറക്കക്കുറവ് നന്നായി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. ക്ഷീണം തോന്നും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കും. നിങ്ങൾ ഒരിക്കലും ഒരു യന്ത്രമല്ല എന്ന ബോധ്യമുണ്ടാവണം. നിങ്ങൾക്ക് ആവശ്യത്തിന് വിശ്രമം അനിവാര്യമാണ്. ജൂൺ മാസം മനസ്സിൽ ശാന്തി വരാൻ തുടങ്ങും. കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം വരുന്നത് പോലെ അനുഭവപ്പെടും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയും. ചിലവുകളിൽ നിങ്ങൾ നിയന്ത്രണം പാലിക്കണം. എല്ലാം ഞാൻ തന്നെ നിയന്ത്രിക്കണം, എല്ലാം എൻ്റെ കൺട്രോളിൽ വരണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ പരമാവധി കുറയ്ക്കുക. ജൂലൈ മാസം പൂയം നക്ഷത്രക്കാർക്ക് വലിയ മുന്നേറ്റം നൽകും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. അധികമായി വരുമാനം വന്നെത്തും. സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. നിങ്ങളുടെ സ്ഥിരതയ്ക്കുള്ള പ്രതിഫലമായിരിക്കും ഇത്. ഓഗസ്റ്റ് മാസം ജീവിതം സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേരും. ജോലിയും കുടുംബവും തുലനം ചെയ്ത് നിങ്ങൾ പോകും. ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ലഭിക്കും. നിങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഇല്ലെങ്കിലും ഒരു സ്ഥിരത ഉറപ്പായിരിക്കും.
സെപ്റ്റംബർ. സെപ്റ്റംബർ മാസം ദീർഘകാല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാസമായിരിക്കും. നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മാസമാണിത്. ജോലിയിൽ സ്ഥിരത കൈവരിച്ചു തുടങ്ങും. സാമ്പത്തിക പദ്ധതികൾ തുടങ്ങി വയ്ക്കാൻ വളരെ നല്ലൊരു മാസമായിരിക്കും ഇത്. കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറും, പക്ഷേ നിങ്ങൾ കുടുംബത്തിൽ പ്രിയങ്കരനായി അല്ലെങ്കിൽ പ്രിയങ്കരിയായി മാറും. ഇനി നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോകണം. അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഒക്ടോബർ. ഒക്ടോബർ മാസം മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളുടെ വില ഉയരുന്ന ഒരു മാസമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കും. നിങ്ങൾ പല ഇടങ്ങളിലും നേതൃപങ്ക് വഹിക്കേണ്ടതായി വരും. നിങ്ങൾക്ക് ആത്മവിശ്വാസം വന്നെത്തി തുടങ്ങുന്ന ഒരു മാസമായിരിക്കും ഇത്. നിങ്ങൾ നിശബ്ദനായി ശക്തനാകുന്ന ഒരു സമയം. നവംബർ. നവംബർ മാസം നിങ്ങൾക്ക് ഒരു ആത്മസന്തോഷം അനുഭവിക്കുന്ന മാസമായിരിക്കും. നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തി പ്രകടമാക്കും. കുടുംബത്തിൽ ഐക്യം ഉണ്ടാവും. സാമ്പത്തികമായി ആശ്വാസമുണ്ടാകും. വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകും. ഇത് മതിയല്ലോ എന്ന് മനസ്സ് നിങ്ങളോട് പറയുന്ന ഒരു സമയമായിരിക്കും ഇത്. ഡിസംബർ. ഡിസംബർ മാസത്തിൽ വർഷം അവസാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു മാസമായി മാറും. 2026 ഈശ്വരൻ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വർഷം അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് പലയിടത്തു നിന്നും പല രീതിയിലുള്ള അംഗീകാരം ലഭിക്കും. അതോടെ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം തിരിച്ചെത്തും. 2027 നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും കൂടുതൽ ശക്തനായിരിക്കും. പൂയം നക്ഷത്രക്കാരെ, നിങ്ങൾ ചുമന്നത് ഒരു ശാപമല്ല. പൂയം നക്ഷത്രക്കാരെ, നിങ്ങൾ ചുമന്നത് ഒരിക്കലും ഒരു ശാപമല്ല. അത് നിങ്ങളുടെ ശക്തി തന്നെയായിരുന്നു. 2026 നിങ്ങളെ മറ്റുള്ളവർ ആശ്രയിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവർ ആദരിക്കുന്നവരാക്കുന്ന ഒരു വർഷമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയും ദൈവാനുഗ്രഹം ചൊരിയുന്ന പുതിയ വീഡിയോകളുമായി നമ്മൾ കണ്ടെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി.